നമസ്കാരം. റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ബുദ്ധിപരമായ നീക്കമായിരുന്നു അതെന്നും വ്യോമാക്രമണം റഷ്യ അർഹിക്കുന്നതാണെന്നും സെലൻസ്കി പറഞ്ഞു. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആക്രമണത്തിൽ റഷ്യയ്ക്ക് കാര്യമായ നഷ്ടങ്ങളുണ്ടായി, അത് പൂർണ്ണമായി ന്യായീകരിക്കാവുന്നതാണെന്നും അവർ അത് അർഹിക്കുന്നതായും സെലൻസ്കി പ്രതികരിച്ചു. സ്പൈഡേഴ്സ് വെബ് എന്ന പേരിട്ട ഓപ്പറേഷനിൽ 117 ഡ്രോണുകളാണ് യുക്രൈൻ ഉപയോഗിച്ചത്. റഷ്യൻ വ്യോമതാവളങ്ങളിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാനമായ ക്രൂസ് മിസൈൽ വാഹിനികൾ ആക്രമിക്കപ്പെട്ടുവെന്ന് സെലൻസ്കി പറഞ്ഞു. 1.5 വർഷം ആസൂത്രണം ചെയ്ത് കൃത്യമായി നടപ്പിലാക്കിയ ഓപ്പറേഷനാണിത്. 1.5 വർഷം മുൻപ് ഞാൻ അംഗീകാരം നൽകിയ ഒരു കാര്യം ഫലപ്രാപ്തിയിലെത്തുകയും റഷ്യയ്ക്ക് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തുവെന്നത് ശരിക്കും സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഈ പ്രവർത്തനം തുടരുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. ആക്രമണത്തിന് തൊട്ടു മുൻപ് റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നുവെന്നും സെലൻസ്കി വ്യക്തമാക്കി. യുക്രൈൻ ജനത വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്നലെ യുക്രൈനിൽ 500ഓളം റഷ്യൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത്. ഓരോ ആഴ്ചയും അവർ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇപ്പോഴും കാലിബർ മിസൈലുകളും അവർ തയ്യാറാക്കി കഴിഞ്ഞു. ആരോടാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഏത് വിധേനയും ഞങ്ങൾ യുക്രൈനെയും യുക്രൈൻ ജനതയും പ്രതിരോധിക്കുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. അതേസമയം യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട യുക്രൈൻ ഡ്രോൺ ആക്രമണ പരമ്പരകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന സമാധാന ചർച്ചയിൽ 2ാം ഘട്ട തടവുകാരുടെ കൈമാറ്റത്തിനും തീരുമാനമായി. തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകളിൽ 25 വയസ്സിന് താഴെ പ്രായമുള്ള ഗുരുതര പരിക്കേറ്റ എല്ലാ യുദ്ധ തടവുകാരെയും കൈമാറാൻ തീരുമാനമായി. നിരുപാധിക വെടിനിർത്തലിനില്ലെന്ന് റഷ്യ വ്യക്തമാക്കിയപ്പോൾ പ്രധാന വിഷയങ്ങൾ പരിഹരിക്കാൻ ഉന്നതതല ചർച്ച വേണമെന്ന് യുക്രൈനും അറിയിച്ചു. തുടർ ചർച്ച ജൂൺ അവസാനത്തിൽ നടത്താമെന്ന് യുക്രൈൻ നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്കിടെ 2ാം തവണയാണ് ഇരു കക്ഷികളും തമ്മിൽ നേരിട്ടുള്ള ചർച്ച നടക്കുന്നത്. 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്ന നിർണായക തീരുമാനങ്ങൾ എടുക്കാനാകാതെയാണ് 1 മണിക്കൂർ നീണ്ട ചർച്ച അവസാനിച്ചത്. പ്രതിരോധ മന്ത്രി റുസ്തം ഉമറോവിന്റെ നേതൃത്വത്തിൽ യുക്രൈൻ സംഘവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സഹായി വ്ളാഡിമിർ മെഡിൻസ്കി നയിക്കുന്ന റഷ്യൻ സംഘവുമാണ് ചർച്ചയ്ക്കെത്തിയത്. തുർക്കി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദന്റെ അധ്യക്ഷതയിലായിരുന്നു സംഭാഷണം. 1000 കിലോമീറ്റർ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം രൂക്ഷമാക്കിയത് ചർച്ചകളിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. റഷ്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ 80 ഡ്രോണുകളിൽ 52ഉം യുക്രൈനും തകർത്തു. 2 മിസൈലുകൾ ഖാർഗിവിൽ പതിച്ചു. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ പ്രതിനിധികളുമായി ആശയ കൈമാറ്റം നടത്തി. ഇതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നാറ്റോ കിഴക്കൻ മേഖല നോർഡിക് രാജ്യങ്ങൾ വിളിച്ചു ചേർത്ത ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ലിത്വാനിയൻ തലസ്ഥാനമായ വിൽനിയസിൽ എത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്നാൽ റഷ്യയിൽ നിന്ന് സുരക്ഷ ഉറപ്പു നൽകണമെന്നതാണ് സെലൻസ്കിയുടെ ആവശ്യം. അതേസമയം നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ റഷ്യ യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ജർമ്മനിയുടെ സൈനിക മേധാവി ജനറൽ കാർസ്റ്റൻ ബ്രോയറാണ് നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 40 വർഷത്തെ തന്റെ സൈനിക ജീവിതത്തിൽ ഇത്തരമൊരു ഭീഷണി ഒരിക്കലും നേരിട്ടിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസത്തെ യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയുടെ 2 വ്യോമസേനാ താവളങ്ങളിൽ ഉണ്ടായിരുന്ന നിരവധി പോർ വിമാനങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. $7 ബില്യൺ നഷ്ടം റഷ്യയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന് പേരിട്ടിരുന്ന ഈ ആക്രമണ ദൗത്യം യുക്രൈൻ 1.5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 117 ഡ്രോണുകളാണ് യുക്രൈൻ ഇതിനായി ഉപയോഗിച്ചത്. റഷ്യ അവരുടെ ആയുധശേഷി ഈയിടെ വർദ്ധിപ്പിച്ച കാര്യം ജർമ്മൻ സൈനിക മേധാവി ചൂണ്ടിക്കാട്ടി. പുതിയതായി 1500 ടാങ്കുകളാണ് റഷ്യ നിർമ്മിച്ചത്.